ബസ്സുകൾ ഓടിയാൽ ബസ് റോഡിൽ തന്നെ തടയാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തുകയാണ്. അവശ്യ സർവീസുകളെ മാത്രമാണ് ഞങ്ങൾ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ ഓടിയാൽ സ്വകാര്യ വാഹനങ്ങൾ തടയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ നാളെ 52 ദളിത് സംഘടനകൾ ചേർന്നാണ് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനും CSDSൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ KK സുരേഷ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. നാളെ എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഹർത്താൽ? നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഹർത്താൽ തികച്ചും സമാധാനപരമായി നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ അതിദാരുണമായി അധ്യാപകരുടെ ജാതി വിവേചനത്തിന് ഇരയായി സംശയാസ്പദമായ നിലയിലാണ് നിതിൻ രാജ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല. കേസ് അട്ടിമറിക്കാനാണ് പോലീസ് തുടക്കം മുതലേ ശ്രമിച്ചിട്ടുള്ളത്. നിതിൻ രാജിനെ കഴിഞ്ഞ കുറേ നാളുകളായി കോളേജിലെ അധ്യാപകർ HOD റാം അടക്കം നിരന്തരമായ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്ന നിരവധി വോയിസ് ക്ലിപ്പുകൾ നിതിൻ രാജിൻ്റെ മൊബൈലിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ അധ്യാപകരെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കോളേജ് അധികാരികളും പോലീസും ഒത്തുകളിച്ചുകൊണ്ട് കണ്ണൂർ SP ഈ കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 14,000 രൂപ ലോൺ എടുത്തതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നോയിഡയിൽ ചെന്ന് 3 ലോൺ ആപ്പിൻ്റെ ആളുകളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി കേസിന് യാതൊരു ബന്ധവുമില്ല. 14,000 രൂപ അടയ്ക്കാൻ നിവൃത്തിയിട്ട ഒരു സാഹചര്യം ആ കുട്ടിക്കുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ അധ്യാപകർ ആ കുട്ടിയെ സഹായിക്കാൻ തയ്യാറായില്ല? യഥാർത്ഥത്തിൽ അതല്ല കാരണമെന്ന് പറയുന്നത് സമർത്ഥനായ പഠിക്കാൻ മിടുക്കനായ BDS വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് പലപ്പോഴായി ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിതിൻ രാജിനെ മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേസ് അട്ടിമറിക്കാനും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനും വേണ്ടി ലോൺ ആപ്പിൻ്റെ പേരിൽ കഥ വരയാൻ വേണ്ടി പോലീസ് ശ്രമിച്ചത്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളും ദളിത് പ്രസ്ഥാനങ്ങളും സമരമുഖത്താണ്. എന്നാൽ വീണ്ടും ഈ കേസ് അട്ടിമറിക്കാനും പ്രതികൾക്ക് ജാമ്യം കിട്ടുവാൻ വേണ്ടി പ്രോസിക്യൂഷനും പോലീസും കേരളത്തിൽ ഒത്തുകളിക്കുന്ന സാഹചര്യത്തിലാണ് ഏപ്രിൽ മാസം 28-ാം തീയതി കേരളത്തിൽ 52-ലധികം വരുന്ന ദളിത് സംഘടനകളും സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി ദളിത് വിഭാഗങ്ങൾ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തുകയാണ്. ഈ ഹർത്താൽ എല്ലാ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. രാവിലെ ആരംഭിക്കുന്ന ഹർത്താൽ വൈകുന്നേരം വരെ നിരത്തുകളിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞുള്ള വലിയ സമരപരിപാടിക്കാണ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. പൊതുജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. വാഹനങ്ങൾ അവശ്യ സർവീസുകളെ മാത്രമാണ് ഞങ്ങൾ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. പത്രം, പാലും അതുപോലെ തന്നെ മെഡിക്കൽ വിഭാഗങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അനാവശ്യമായി വാഹനങ്ങൾ ഓടിക്കുകയോ ബസ്സുകൾ നിരത്തിലിറങ്ങിയോ കടകൾ തുറന്ന് ബോധപൂർവമായി ഹർത്താലിനെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ബസ്സുകൾ ഓടിയാൽ ബസ് റോഡിൽ തന്നെ തടയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹർത്താലുമായി മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സ്വകാര്യ വാഹനങ്ങൾ തടയുന്നൊരു അവസ്ഥ ഉണ്ടാകുമോ? സ്വകാര്യ വാഹനങ്ങൾ ഓടിയാൽ സ്വകാര്യ വാഹനങ്ങൾ തടയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ മറ്റൊരു ദുരവസ്ഥ നിങ്ങൾ അറിയണം. കേരളം അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിച്ചൊരു സംസ്ഥാനമാണ്. ഇവിടെ എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന ഈ കേരളത്തിലാണ് നിതിൻ രാജിന് സ്വന്തമായൊരു സെൻറ്റ് ഭൂമിയില്ല. ആ മാതാപിതാക്കൾക്ക് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇത്ര ദയനീയമായൊരു കാഴ്ച കേരളത്തെ നൊമ്പരപ്പെടുത്തുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഇന്നും ഭൂമിയില്ലാത്തവരും അതുപോലെ തന്നെ വാസയോഗ്യമായി വീടില്ലാത്തവരും ധാരാളമുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നിതിൻ രാജിൻ്റെ ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്നത്. അവശ്യ സർവീസുകളെയും ഇല്ലെങ്കിൽ എയർപോർട്ട് പോലെയുള്ള യാത്രകളെയും മാത്രമാണ് ഒഴിവാക്കിയത്. തീർച്ചയായിട്ടും അവശ്യ സർവീസുകൾ, എയർപോർട്ട്, മെഡിക്കൽ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത നിലയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. പോലീസും മറ്റ് ആളുകളും നുഴഞ്ഞു കയറി ഈ ഹർത്താലിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുമെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് പോലീസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എല്ലാ വിഭാഗം ആളുകളെയും
ഒരേപോലെ കാണേണ്ട പോലീസ് ഒരു വിഭാഗത്തിന് നീതി നിഷേധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഏറെ വേദനിപ്പിക്കുന്നതാണ്. അതിൽ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. അതുകൊണ്ട് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അതിശക്തമായി തന്നെ നാളെ ഹർത്താൽ ഉണ്ടായിരിക്കും. BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ നടക്കുന്നത്. ശക്തമായ ഹർത്താലായിരിക്കും. അവശ്യ സർവീസുകളെ ഒഴിച്ച് മറ്റ് ഒരു തരത്തിലുള്ള വാഹനങ്ങളും സർവീസ് നടത്താനോ റോഡിലൂടെ ഓടാനോ സമ്മതിക്കില്ല എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനും CSDSൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ KK സുരേഷാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.